സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിസ്സാരമായി കാണരുത്. കാരണം ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഈ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്തിയാൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സങ്കൽപ്പിക്കാൻ പോലുമാകാത്ത വിധം മാറിയേക്കാം. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ തുടർച്ചയായി അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, എന്നാൽ ചിലർ രാവും പകലും കഷ്ടപ്പെട്ടിട്ടും എവിടെയാണോ അവിടെ തന്നെ തുടരുന്നത്? പ്രപഞ്ചം ചിലരെ മാത്രം തിരഞ്ഞെടുക്കുന്നതാണോ? അതോ ലോകത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ആ രഹസ്യം ചിലർ അറിയാതെയാണെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഭൂരിഭാഗം ആളുകളും ഉറങ്ങുന്നതിനു മുമ്പ് അവരുടെ മനസ്സ് മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. ടെൻഷൻ, ഭയം, മറ്റുള്ളവരുമായുള്ള താരതമ്യം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തങ്ങളുടെ തലവര മാറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. സഹോദരാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ഉപബോധമനസ്സ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയുടെ ദിശ തീരുമാനിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം കോടീശ്വരന്മാരായ കായികതാരങ്ങളും ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകളും രഹസ്യമായി പിന്തുടരുന്ന ഒരു രാത്രിശീലത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം: പ്രപഞ്ചം നിങ്ങൾക്ക് ചില സൂചനകൾ നൽകുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആവർത്തിച്ച് കാണുന്ന നമ്പറുകൾ, പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോന്നൽ. അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നോക്കൂ, ജീവിതത്തിൽ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? അവർ ലോകത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സ്വന്തം മനസ്സിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ഒരു മനുഷ്യന്റെ മുഴുവൻ തലവരയും മാറ്റിയെഴുതപ്പെടുന്നതും നശിപ്പിക്കപ്പെടുന്നതും അവിടെ വെച്ചാണ്. ചിലർ എപ്പോഴും പരാതി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുടങ്ങും: എന്റെ ജീവിതം മോശമാണ്, എന്റെ കയ്യിൽ പണമില്ല, എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? പതുക്കെ പതുക്കെ അവരുടെ യാഥാർത്ഥ്യം അതുപോലെ തന്നെയായി മാറുന്നു. വെറുതെ ചിന്തിച്ചാൽ മാത്രം എല്ലാം മാറുമോ എന്ന് ചിലർ ചോദിച്ചേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വെറുതെ ചിന്തിച്ചാൽ മാത്രം എല്ലാം മാറുമോ? ഇല്ല. പക്ഷേ ഓരോ മാറ്റവും തുടങ്ങുന്നത് ചിന്തകളിൽ നിന്നാണ്. കാരണം നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തിൽ വീണ്ടും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ, നിങ്ങളുടെ ഊർജ്ജം ആ ദിശയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പ്രപഞ്ചം അതേ ഊർജ്ജത്തിന് മറുപടി നൽകുകയും ചെയ്യുന്നു. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ രാത്രിയിലും ഭയത്തോടെയാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവസരങ്ങളെ കാണില്ല, പ്രശ്നങ്ങളെ മാത്രമേ കാണൂ. ഞാൻ പരാജയപ്പെടും എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ മനസ്സ് തനിയെ എടുക്കാൻ തുടങ്ങും. ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഭൂരിഭാഗം ആളുകളും അവർ തന്നെ സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. കാരണം നെഗറ്റീവ് ചിന്തകൾ പതുക്കെ ഒരു ശീലമായി മാറുന്നു. ആദ്യം മനുഷ്യൻ ഒരു തവണ സംശയിക്കുന്നു, പിന്നെ എല്ലാ കാര്യത്തിലും സംശയിക്കാൻ തുടങ്ങുന്നു. ആദ്യം ഒരു തവണ ഭയം തോന്നുന്നു, പിന്നെ ആ ഭയം അവന്റെ വ്യക്തിത്വമായി മാറുന്നു. എന്നിട്ട് അവൻ പറയും, ഞാൻ ഇങ്ങനെയാണ്. അല്ല, നിങ്ങൾ അങ്ങനെയല്ല. വർഷങ്ങളായി തെറ്റായ ഒരു പ്രോഗ്രാമിങ്ങിനുള്ളിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയാൽ അത് സ്ലോയാകും, അല്ലേ? തെറ്റായ കമാൻഡുകൾ നൽകും, ഹാങ് ആകും, പ്രവർത്തിക്കാതാകും. ഇതേ കാര്യം തന്നെയാണ് മനുഷ്യന്റെ തലച്ചോറിലും സംഭവിക്കുന്നത്. നെഗറ്റീവ് വാക്കുകൾ, തുടർച്ചയായുള്ള പരാജയത്തിന്റെ ഓർമ്മകൾ, വിഷലിപ്തമായ ആളുകളുടെ വാക്കുകൾ, വാർത്തകൾ നൽകുന്ന ഭയം, താരതമ്യം, ഇവയെല്ലാം ഒരു വൈറസ് പോലെ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. എന്നിട്ട് മനുഷ്യൻ പതുക്കെ ഉള്ളിൽ നിന്ന് ദുർബലനാകുന്നു. അവൻ പുറമെ ചിരിക്കുകയായിരിക്കും, പക്ഷേ ഉള്ളിൽ തകർന്നിട്ടുണ്ടാകും. ഏറ്റവും സങ്കടകരമായ കാര്യം, അവനത് സ്വയം അറിയുന്നില്ല എന്നതാണ്. പ്രശ്നം പുറത്താണെന്ന് അവൻ കരുതുന്നു, എന്നാൽ യഥാർത്ഥ പ്രശ്നം ഉള്ളിലാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂടുതൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നതും, അതുപോലെ നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊരു മാജിക് അല്ല. ഇതാണ് നിങ്ങളുടെ ഫ്രീക്വൻസി. നിങ്ങൾക്കെന്താണോ തോന്നുന്നത് അതേ സിഗ്നലാണ് നിങ്ങൾ പുറത്തേക്ക് അയക്കുന്നത്. പ്രപഞ്ചം അതേ സിഗ്നലിനെ വലുതാക്കി തിരികെ അയക്കുന്നു. ചിലർ ഇവിടെ ചിരിച്ചേക്കാം, ഇതൊക്കെ വെറും മോട്ടിവേഷൻ വാക്കുകളാണെന്ന് പറയും. ശരിയാണ്. എന്നാൽ ഒരു കാര്യം പറയൂ, മനസ്സിന്റെ ചിന്തകൾക്ക് പ്രാധാന്യമില്ലെങ്കിൽ ഭയം തോന്നുമ്പോൾ നിങ്ങളുടെ ശരീരം വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുമൊരു നെഗറ്റീവ് ചിന്ത ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. വെറുമൊരു പോസിറ്റീവ് വാർത്ത ശരീരം മുഴുവൻ ഊർജ്ജം നിറയ്ക്കുന്നു. അതിനർത്ഥം വ്യക്തമാണ്. ചിന്തകൾ വെറും ചിന്തകളല്ല, അവയ്ക്ക് ശാരീരികമായ ഫലമുണ്ട്. കൂടാതെ രാത്രി സമയം ഏറ്റവും ശക്തമാണ്. കാരണം ആ സമയത്ത് നിങ്ങളുടെ ബോധമനസ്സ് മെല്ലെ ശാന്തമാകുകയും ഉപബോധമനസ്സ് തുറക്കുകയും ചെയ്യുന്നു.
അതിനർത്ഥം ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുന്നു എന്നാണ്. ഇതുകൊണ്ടാണ് പലരും അറിയാതെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്. ഉറങ്ങുന്നതിനു മുമ്പ് ആളുകൾ എന്താണ് ചെയ്യുന്നത്? റീൽസ്, ഡ്രാമ, ടെൻഷൻ, താരതമ്യം. ആരുടെയെങ്കിലും ആഡംബര കാർ കണ്ട് ചിലർ സങ്കടപ്പെടുന്നു. പഴയ ബന്ധങ്ങളുടെ പ്രൊഫൈൽ കണ്ട് ചിലർ കരയുന്നു. ചിലർ സ്വന്തം പ്രായമോർത്ത് ഭയപ്പെടുന്നു. എന്നിട്ട് അതേ വികാരത്തോടെ ഉറങ്ങാൻ കിടക്കുന്നു. ചിന്തിച്ചു നോക്കൂ. രാത്രി മുഴുവൻ നിങ്ങളുടെ മനസ്സ് ആ ഭയത്തെ പ്രോസസ് ചെയ്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ഊർജ്ജമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക? ദുർബലമായ, ആശയക്കുഴപ്പമുള്ള, മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് ആളുകൾ പറയും, എന്റെ ഭാഗ്യം മോശമാണ് എന്ന്. നിങ്ങളുടെ ഭാഗ്യമല്ല മോശം, നിങ്ങളുടെ മാനസിക ഫ്രീക്വൻസിയാണ് മോശം. കൈപ്പേറിയതാണെങ്കിലും ഇതാണ് സത്യം. ഇവിടെയാണ് ഏറ്റവും ശക്തമായ കാര്യം വരുന്നത്. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ കൃതജ്ഞത അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇല്ലായ്മകളിൽ നിന്ന് മാറി സമ്പൂർണ്ണതയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ മാറ്റം വളരെ വലിയൊരു കാര്യമാണ്. കാരണം സ്വന്തം കൈവശമുള്ള കാര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന വ്യക്തിയുടെ ഊർജ്ജം മാറാൻ തുടങ്ങുന്നു. ഇതിനർത്ഥം വെറുതെ നന്ദി പറഞ്ഞാൽ കോടീശ്വരനാകും എന്നല്ല. അല്ല, പക്ഷേ കൃതജ്ഞത നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന മാനസിക കരുത്ത് നൽകുന്നു. ആ തീരുമാനങ്ങൾ പതുക്കെ നിങ്ങളുടെ ജീവിതം മാറ്റുന്നു. ശ്രദ്ധിക്കുക, പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, അത് നിങ്ങളുടെ വികാരങ്ങളെ കേൾക്കുന്നു. ഞാൻ വിജയിക്കും എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ ഉള്ളിൽ ഭയപ്പെടുകയും ചെയ്താൽ സമ്മിശ്രമായ ഒരു സിഗ്നലായിരിക്കും പോവുക. സമ്മിശ്രമായ സിഗ്നലുകൾ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് പലരും വർഷങ്ങളോളം അഫർമേഷൻസ് പറഞ്ഞിട്ടും ഒന്നും മാറാത്തത്. കാരണം വാക്കുകളിലല്ല ശക്തിയുള്ളത്, വികാരങ്ങളിലാണ് ശക്തിയുള്ളത്. നിങ്ങൾ ഉള്ളിൽ നിന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നത്. വിശ്വാസം എങ്ങനെ വരും? ശരിയായ വികാരങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നതിലൂടെ. അതുകൊണ്ടാണ് വിജയകരമായ ആളുകൾ രാത്രിയിൽ തങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുന്നത്. അവർ ഉറങ്ങുന്നതിനു മുമ്പ് തലച്ചോറിൽ മാലിന്യങ്ങൾ നിറയ്ക്കുന്നില്ല. കാരണം രാത്രിയിൽ പാകിയ ചിന്തകൾ രാവിലെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങുമെന്ന് അവർക്കറിയാം. ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ലോകം അതിനെ നിയന്ത്രിക്കും. സോഷ്യൽ മീഡിയ നിയന്ത്രിക്കും, ആളുകൾ നിയന്ത്രിക്കും, ഭയം നിയന്ത്രിക്കും, താരതമ്യം നിയന്ത്രിക്കും. പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി മറക്കും. എന്നാൽ സന്തോഷകരമായ വാർത്ത ഇതാണ്: നിങ്ങളുടെ രാത്രി ചിന്തകൾ മാറ്റുന്ന അന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയും മാറാൻ തുടങ്ങും. തുടക്കത്തിലൊന്നും സംഭവിക്കില്ല. പിന്നീട് ചെറിയ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും അവസരങ്ങൾ കാണുന്നതും നിങ്ങൾ ശ്രദ്ധിക്കും. ആളുകൾ മാറുന്നു, നിങ്ങളുടെ ഊർജ്ജം മാറുന്നു. അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ നിൽക്കൂ, ഏറ്റവും വലിയ സത്യം ഇനിയും ബാക്കിയുണ്ട്. കാരണം വെറുതെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം പോരാ. 90% ആളുകളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അതാണ് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്നത്. ഉറങ്ങുന്നതിനു മുമ്പുള്ള അവസാനത്തെ 10 മിനിറ്റിന് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെ ദിശയും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, വെറും 10 മിനിറ്റ്. എന്നാൽ സങ്കടകരമായ കാര്യം, മിക്ക ആളുകളും ഈ 10 മിനിറ്റിന്റെ ശക്തി മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ഉറങ്ങുന്നതിനു മുമ്പ് എന്തെങ്കിലും ചിന്തിച്ചാൽ അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നവർ കരുതുന്നു. ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ആ 10 മിനിറ്റ് നിങ്ങളെ വിജയത്തിലേക്കും നയിക്കാം, അല്ലെങ്കിൽ പതുക്കെ ഉത്കണ്ഠ, സ്ട്രെസ്, പരാജയം എന്നിവയിലേക്കും തള്ളിവിടാം. അത്രത്തോളം മാറ്റമുണ്ടാകും. കാരണം ആ സമയത്ത് നിങ്ങളുടെ ബോധമനസ്സ് പതുക്കെ ശാന്തമാവുകയാണ്. പകൽ മുഴുവൻ സജീവമായിരിക്കുന്ന, വിശകലനം ചെയ്യുന്ന, ചോദ്യം ചെയ്യുന്ന ലോജിക്കൽ മൈൻഡ് സ്ലീപ്പ് മോഡിലേക്ക് പോകാൻ തുടങ്ങുകയും അതേസമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ മനസ്സിലാക്കുക: പകൽ മുഴുവൻ നിങ്ങളുടെ തലച്ചോറിനു പുറത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ട്. ഏത് കാര്യങ്ങൾ അകത്ത് കയറണം, ഏതു വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവനാണ്. എന്നാൽ രാത്രിയിൽ ആ ഗാർഡ് ദുർബലനാകുന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഏത് വികാരവും, ഏത് ചിന്തയും, ഏത് ചിത്രവും നേരിട്ടകത്ത് കയറി പ്രോഗ്രാമാകാൻ തുടങ്ങുന്നു. ചിന്തിച്ചു നോക്കൂ, എല്ലാ രാത്രിയിലും നിങ്ങൾ ടെൻഷനടിച്ചാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഭയം. എല്ലാ രാത്രിയിലും നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് നിറയ്ക്കുന്നത്? ഇല്ലായ്മ. എല്ലാ രാത്രിയിലും നിങ്ങൾ അമിതമായി ചിന്തിച്ചു ഉറങ്ങിയാൽ നിങ്ങളുടെ മനസ്സ് എന്തിൽ ശക്തമാകും? ഉത്കണ്ഠയിൽ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ചോദിക്കും, എന്റെ ജീവിതം മാറാത്തത് എന്തുകൊണ്ടാണെന്ന്. സഹോദരാ, ഭയത്തിന്റെ വിത്ത് പാകിയാൽ ആത്മവിശ്വാസം എങ്ങനെ വളരും? ഇതാണ് പ്രകൃതിയുടെ നിയമം. ഉള്ളിലേക്ക് എന്താണോ ഇടുന്നത് അതുതന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? ആളുകൾ രാത്രിയിൽ തങ്ങളുടെ മനസ്സിനെ മാലിന്യം കൊണ്ട് നിറയ്ക്കുകയും രാവിലെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് ക്രൈം വീഡിയോകൾ, നെഗറ്റീവ് വാർത്തകൾ, ബ്രേക്കപ്പ് പാട്ടുകൾ, ടോക്സിക് റീലുകൾ, എന്നിട്ട് പറയും മനസ്സിന് ഭയങ്കര ഭാരമാണെന്ന്.
അല്ലെങ്കിലും ഭാരമുണ്ടാകും. തലച്ചോറിനെ ഒരു ചവറ്റുകുട്ടയാക്കി മാറ്റിയാണല്ലോ നിങ്ങൾ ഉറങ്ങുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശ മനസ്സിലാകില്ല. നിങ്ങൾ വെറുതെ സമയം കളയുകയാണെന്ന് അതിനറിയില്ല. ഏത് വികാരമാണോ നിങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നത് അത് അതിന് യഥാർത്ഥമായി തോന്നാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചിലർ യാതൊരു കാരണവുമില്ലാതെ എപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നത്. ചിലർ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നു. ചിലർ എപ്പോഴും തങ്ങളെ നിർഭാഗ്യവാന്മാരായി കണക്കാക്കുന്നു. എന്തുകൊണ്ട്? കാരണം വർഷങ്ങളായി അവർ തങ്ങളുടെ തലച്ചോറിനെ ആ രീതിയിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം അവർക്കത് അറിയില്ല എന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പ് എന്തെങ്കിലും മോശമായ കാര്യം സംഭവിച്ചാൽ ആ രാത്രി മുഴുവൻ നശിച്ചുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറക്കവും ശരിയാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂഡും ശരിയുണ്ടാകില്ല. ദിവസം മുഴുവൻ ഊർജ്ജം കുറവായിരിക്കും. എന്നാൽ ഉറങ്ങുന്നതിനു മുമ്പ് എന്തെങ്കിലും നല്ല വാർത്ത ലഭിക്കുകയോ നല്ല ചിന്തകൾ മനസ്സിൽ വരികയോ ചെയ്താൽ രാവിലെ ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും. ഇതാണ് അവസാന ചിന്തയുടെ ശക്തി. രാത്രിയിലെ അവസാനത്തെ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുകയും പതിയെ അത് നിങ്ങളുടെ വ്യക്തിത്വമായി മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇവിടെ ആളുകൾ ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. പോസിറ്റീവ് തിങ്കിംഗ് എന്നാൽ നല്ല നല്ല വാക്കുകൾ പറയുന്നത് മാത്രമാണെന്ന് അവർ കരുതുന്നു. ഞാൻ വിജയിച്ചു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ അത് വെറുതെയാണ്. യഥാർത്ഥ ശക്തി ഫീലിംഗിലാണ്, വികാരങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് രാത്രി വെറുതെ സങ്കൽപ്പിക്കുക മാത്രമല്ല, അനുഭവിക്കുക കൂടി ചെയ്യണം. കണ്ണുകളടയ്ക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിൽ നിങ്ങളെത്തന്നെ കാണുക. വെറും ഒരു ചിത്രം മാത്രം കാണരുത്. ആ വികാരത്തെ അനുഭവിക്കുക. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ. നിങ്ങളുടെ വീട്ടിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് സമാധാനമുണ്ട്. ഏറ്റവും പ്രധാനമായി ആ നിമിഷത്തെ കള്ളമാണെന്ന് കരുതരുത്. കുറച്ച് മിനിറ്റുകളെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി കാണുക. കാരണം പ്രപഞ്ചം യുക്തിയേക്കാൾ കൂടുതൽ വികാരങ്ങൾക്കാണ് മറുപടി നൽകുന്നത്. വെറുതെ തോന്നിയാൽ മാത്രം എല്ലാം നടക്കുമെങ്കിൽ എല്ലാവരും സമ്പന്നരാകില്ലേ എന്ന് ചിലർ ഇവിടെ ചോദിച്ചേക്കാം. ഇല്ല, തോന്നിയതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. എന്നാൽ ശരിയായ വികാരങ്ങളില്ലാതെ വലുതായി ഒന്നും സംഭവിക്കുകയുമില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ആദ്യം ഉള്ളിലാണ് യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്, അതിനുശേഷമാണ് പുറത്ത്. ഏതൊരു വലിയ കാര്യവും ആദ്യം ഒരാളുടെ മനസ്സിലാണ് രൂപപ്പെട്ടത്. ആദ്യം ചിന്ത വന്നു, പിന്നെ യാഥാർത്ഥ്യമായി. എന്നാൽ മിക്ക ആളുകളും എന്താണ് ചെയ്യുന്നത്? അവർ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും മോശമായ സാധ്യതകൾ സങ്കൽപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പരാജയപ്പെട്ടാൽ, ആളുകൾ ചിരിച്ചാൽ, എനിക്കൊരിക്കലും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പതിയെ അതുതന്നെ സംഭവിക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? കാരണം അവരുടെ പൂർണ്ണശ്രദ്ധയും അതിലായിരിക്കും. ഇതൊന്ന് വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. വികാരങ്ങളോടെ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ തലച്ചോറ് ശക്തമാക്കുന്നു. നിങ്ങൾ ദിവസവും ഭയത്തിനാണ് ഊർജ്ജം നൽകുന്നതെങ്കിൽ ഭയം ശക്തമാകും. ദിവസവും ആത്മവിശ്വാസത്തിനാണ് ഊർജ്ജം നൽകുന്നതെങ്കിൽ ആത്മവിശ്വാസം ശക്തമാകും. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്, എന്നാൽ സമയം വളരെ കുറവാണ്. കാരണം ഓരോ രാത്രിയിലും നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെത്തന്നെ ശക്തനാക്കുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പതുക്കെ ദുർബലനാക്കുന്നു. ഇതിനിടയിൽ വേറൊന്നുമില്ല. നിങ്ങളുടെ രാത്രിശീലങ്ങളെ പൂർണ്ണമായും മാറ്റിയേക്കാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ ഉറങ്ങുന്നതിനു മുമ്പ് തങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുന്നു. രാത്രി സമയം പവിത്രമാണെന്നവർക്കറിയാം. അതുകൊണ്ട് അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവസാനം മനസ്സിൽ കയറുന്ന കാര്യങ്ങളാണ് രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്നതെന്നും അത് പതുക്കെ അവരുടെ യാഥാർത്ഥ്യമായി മാറുമെന്നും അവർക്കറിയാം. ചിന്തിച്ചു നോക്കൂ, ഇന്ന് രാത്രിയും നിങ്ങൾ അതേ പഴയ നെഗറ്റീവ് ശീലങ്ങൾ ആവർത്തിച്ചാൽ അടുത്ത 5 വർഷത്തിനുശേഷം നിങ്ങളുടെ ജീവിതം എവിടെയായിരിക്കും? അതേ ഭയം, അതേ ടെൻഷൻ, അതേ ഒഴിവുകഴിവുകൾ. ഭയപ്പെടുത്തുന്നതാണല്ലേ? എന്നാൽ നല്ല വാർത്ത എന്താണെന്നാൽ ശരിയായ ഒരൊറ്റ രാത്രിക്ക് നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ തുടങ്ങാൻ സാധിക്കും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് വെറും 2 മിനിറ്റ് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായി നിങ്ങളെത്തന്നെ അനുഭവിക്കുക. ഫോൺ ദൂരെ വയ്ക്കുക. ലോകത്തിന്റെ ശബ്ദങ്ങൾ അടച്ചുപൂട്ടി നിങ്ങളുടെ ഭാവിയെ ആദ്യമായി സ്നേഹത്തോടെ അനുഭവിക്കുക. തുടക്കത്തിൽ ഒരുപക്ഷെ വിചിത്രമായി തോന്നിയേക്കാം. ഇത് കള്ളമാണെന്ന് തലച്ചോറ് പറയും. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയും എപ്പോഴോ ഉണ്ടായ ചില പഴയ ചിന്തകളുടെ ഫലമായിരുന്നു. പഴയ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ പുതിയ ചിന്തകൾക്ക് അതിനെ മാറ്റാനും കഴിയും. എന്നാൽ ഇവിടെയാണ് ആളുകൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പാതിവഴിയിൽ ഇല്ലാതാക്കുന്ന ഒരു തെറ്റ്. ആളുകൾക്ക് എല്ലാം വേണം: പണവും വിജയവും സമാധാനവും ബഹുമാനവും മികച്ചൊരു ജീവിതവും. എന്നാൽ എവിടെയാണ് പ്രശ്നം വരുന്നതെന്നറിയാമോ?
അവർ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ വിശ്വസിക്കുന്നില്ല. അവർ പുറമേ പറയും, ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്, പക്ഷേ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും, ഇത് എന്നെക്കൊണ്ടാവുന്ന കാര്യമല്ല എന്ന്. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തെയും തടഞ്ഞു നിർത്തുന്ന, ഒളിച്ചിരിക്കുന്ന ആ ശബ്ദം ഇതാണ്. ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം, ഭൂരിഭാഗം ആളുകൾക്കും ഈ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം വർഷങ്ങളായി അത് അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. കുട്ടിക്കാലം തൊട്ടേ കേട്ടുവളർന്നതാണ്, ഇതൊന്നും അത്ര എളുപ്പമല്ല. നമ്മളെപ്പോലുള്ളവർക്കൊന്നും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സ്വപ്നങ്ങൾ കാണരുത്. പതിയെ പതിയെ ഈ വാക്കുകൾ സത്യമാണെന്ന് തോന്നാൻ തുടങ്ങുകയും മനുഷ്യൻ പുറത്ത് പുഞ്ചിരിക്കുകയും ചെയ്യും. എന്നാൽ അവൻ ഉള്ളിൽ തോറ്റുകഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. പ്രപഞ്ചം വാക്കുകളെയല്ല പിടിച്ചെടുക്കുന്നത്, സിഗ്നലുകളെയാണ്. നിങ്ങളുടെ വാക്കുകളും വികാരങ്ങളും വ്യത്യസ്ത ദിശകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഫലവും അതുപോലെ ചിതറിയതായിരിക്കും. അതായത്, ഞാൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയും എന്നാൽ പണം നിലനിൽക്കില്ല എന്ന് ഉള്ളിൽ ഭയപ്പെടുകയും ചെയ്താൽ പ്രപഞ്ചത്തിന് എന്ത് സിഗ്നലായിരിക്കും ലഭിക്കുക? ആശയക്കുഴപ്പം. പ്രപഞ്ചം ആശയക്കുഴപ്പങ്ങൾക്ക് പ്രതിഫലം നൽകില്ല. അതിന് വ്യക്തമായ ദിശ ആവശ്യമാണ്. ഗൂഗിൾ മാപ്പിൽ തെറ്റായ ലൊക്കേഷൻ നൽകിയാൽ തെറ്റായ സ്ഥലത്ത് എത്തുന്നതുപോലെ. രസകരമായ ഒരു ഉദാഹരണം കേൾക്കൂ. രാത്രി 2 മണിക്ക് ഒരാൾ സ്വിഗ്ഗിക്കാരനോട് എനിക്ക് ഭക്ഷണം കൊണ്ടുവരൂ എന്ന് പറയുകയും എന്നാൽ അഡ്രസ് ഞാൻ പറയില്ല എന്ന് പറയുകയും ചെയ്താൽ ഭക്ഷണം അവിടെ എത്തുമോ? ഇല്ലല്ലോ. കാരണം വ്യക്തമായ അഡ്രസ് ഇല്ലാതെ ഡെലിവറി നടക്കില്ല. ഈ നിയമം തന്നെയാണ് ജീവിതത്തിലും ബാധകമാകുന്നത്. നിങ്ങൾ ഉള്ളിൽ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല, എന്നിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് മികച്ച ഫലം നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിക്കില്ല. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം വരുന്നു, വിശ്വാസം എങ്ങനെ വരും? സത്യം പറഞ്ഞാൽ പലരുടെയും ജീവിതം ഒരുപാട് തവണ തകർന്നിട്ടുണ്ടാകും. പോസിറ്റീവായി ചിന്തിക്കാൻ പോലും അവർക്ക് ഭയം തോന്നാൻ തുടങ്ങുന്നു. വീണ്ടും പ്രതീക്ഷ നൽകിയതിനു ശേഷം അത് തകർന്നാലോ എന്ന് അവർ ചിന്തിക്കുന്നു. ആ ഭയം അവരുടെ സ്വപ്നങ്ങളെ ശ്വാസമുട്ടിച്ച് കൊല്ലുന്നു. നോക്കൂ, ഭയം എപ്പോഴും നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നിപ്പിച്ചേക്കാം, എന്നാൽ അത് ഒരിക്കലും നിങ്ങളെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല. സംശയം മനുഷ്യന്റെ ഊർജ്ജത്തെ പതുക്കെ ഇല്ലാതാക്കുന്നു. പുറമെ കാണാൻ എല്ലാം സാധാരണ പോലെ തോന്നും, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യൻ ദുർബലനായിക്കൊണ്ടിരിക്കും. ചിന്തിച്ചു നോക്കൂ, ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ എല്ലാ രാത്രിയിലും ഉറങ്ങിയാൽ അടുത്ത ദിവസം നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? അത് ദുർബലമായിരിക്കും, റിസ്ക് എടുക്കില്ല, പുതിയ അവസരങ്ങൾ ഉപയോഗിക്കില്ല, ആത്മവിശ്വാസം വരില്ല. കാരണം അവൻ ഉള്ളിൽ നേരത്തെ തന്നെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന 2 വ്യക്തികളിൽ ഒരാൾ ഉയരങ്ങളിലെത്തുകയും മറ്റേയാൾ അവിടെത്തന്നെ തുടരുകയും ചെയ്യുന്നത്. വ്യത്യാസം കഴിവിലല്ല ഉള്ളത്, വ്യത്യാസം വിശ്വാസത്തിലാണ്. ഉള്ളിൽ നിന്ന് വിശ്വാസമുള്ള മനുഷ്യൻ വീണാലും എഴുന്നേൽക്കും, എന്നാൽ തന്നിൽ തന്നെ സംശയമുള്ളവൻ അവസരം വരുമ്പോൾ പോലും പിന്നോട്ടു മാറും. ഞാൻ നിങ്ങളോടൊരു കാര്യം ശ്രദ്ധിക്കാൻ പറയുന്നു. നിങ്ങൾ പോസിറ്റീവായ ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഊർജ്ജം അനുഭവപ്പെടാറില്ലേ? എന്നാൽ ചിലർ ഒരു മുറിയിലേക്ക് വരുമ്പോഴേ അവിടെ നെഗറ്റിവിറ്റി പടർത്തുന്നു. എന്തുകൊണ്ട്? കാരണം ഓരോ മനുഷ്യനും അവരുടേതായ ഫ്രീക്വൻസി ബഹന ചെയ്യുന്നുണ്ട്. ഏത് വികാരത്തിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്, പതിയെ പതിയെ നിങ്ങൾ അതുതന്നെയായി മാറുന്നു. ദിവസവും ഭയത്തിൽ ജീവിച്ചാൽ നിങ്ങളുടെ മനസ്സ് ഭയത്തെ സാധാരണ കാര്യമായി കാണാൻ തുടങ്ങും. നിങ്ങൾ ദിവസവും കൃതജ്ഞതയോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവസരങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവിടെ നിന്നാണ് ജീവിതം മാറാൻ തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, വിശ്വാസത്തോടെയും കൃതജ്ഞതയോടെയും നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ അടുത്ത ദിവസം നിങ്ങളുടെ തലച്ചോറ് വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. നമ്മുടെ ശ്രദ്ധ എന്തിലാണോ ഉള്ളത് അത് മാത്രമായിരിക്കും തലച്ചോറ് കൂടുതലായി ശ്രദ്ധിക്കുക എന്ന് ശാസ്ത്രവും പറയുന്നു. നിങ്ങൾ പുതിയൊരു കാർ വാങ്ങാൻ ആഗ്രഹിച്ചാൽ പെട്ടെന്ന് അതേ കാർ എല്ലാ സ്ഥലത്തും കാണാൻ തുടങ്ങുന്നു. അത് നേരത്തെയും വഴിയിലുണ്ടായിരുന്നു, എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ അതിൽ പോയിരുന്നില്ല. ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് പുതിയ അവസരങ്ങളെ കണ്ടെത്താൻ തുടങ്ങുന്നു. പെട്ടെന്ന് ശരിയായ ആളുകളെ കണ്ടുമുട്ടുന്നു. ആരെങ്കിലും ഒരു ആശയം നൽകുന്നു, ആരെങ്കിലും ഒരു അവസരം നൽകുന്നു, ഏതോ ഒരു ബന്ധം ജീവിതം മാറ്റിമറിക്കുന്നു. അപ്പോൾ ആളുകൾ പറയും, ഇയാൾക്കെന്തൊരു ഭാഗ്യമാണെന്ന്. എന്നാൽ സത്യമെന്താണ്? ആ മനുഷ്യന്റെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞിരുന്നു. മുമ്പ് കാണാൻ സാധിക്കാതിരുന്ന സാധ്യതകൾ ഇപ്പോൾ അയാൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് അത്ഭുതം പോലെ തോന്നുന്നത്. എന്നാൽ ഇവിടെ അപകടകരമായ മറ്റൊരു കെണിയുണ്ട്. പലരും തുടക്കത്തിൽ ആവേശത്തിലായിരിക്കും. 2 ദിവസം പോസിറ്റീവായി ചിന്തിക്കും, 3 ദിവസം വിഷ്വലൈസേഷൻ ചെയ്യും. പിന്നെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ഉടനെ പറയും, കണ്ടില്ലേ, ഒന്നും ഉണ്ടാകുന്നില്ല എന്ന്. ഈയൊരു തെറ്റാണ് എല്ലാം നശിപ്പിക്കുന്നത്. കാരണം പ്രപഞ്ചം നിങ്ങളുടെ ക്ഷമയെയും പരീക്ഷിക്കുന്നുണ്ട്. വിത്ത് പാകിയതിന്റെ പിറ്റേ ദിവസം മരം വളരില്ല.
എന്നാൽ ആളുകൾ കരുതുന്നത് ഇന്ന് വിഷ്വലൈസേഷൻ ചെയ്താൽ നാളെ കോടീശ്വരനാകുമെന്നാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. മാറ്റം ആദ്യം വരുന്നത് ഉള്ളിലാണ്, പിന്നീടാണ് പുറത്ത്. ആദ്യം നിങ്ങൾ മാറുന്നു, പിന്നെ നിങ്ങളുടെ ജീവിതം മാറുന്നു. ഈ പ്രക്രിയ വളരെ പതുക്കെയാണ് നടക്കുന്നത്. എന്നാൽ പാതിവഴിയിൽ സംശയിക്കാൻ തുടങ്ങിയാൽ ആ സിഗ്നൽ മുറിഞ്ഞുപോകും. ഓർക്കുക, വിശ്വാസം എന്നാൽ വഴി വ്യക്തമായി കാണുക എന്നല്ല. ഇരുട്ടാണെങ്കിലും മുന്നോട്ട് ചുവടുവെക്കുന്നതാണ് വിശ്വാസം. മിക്ക ആളുകൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യവും ഇതാണ്. ഫലം വരുന്നതിനു മുമ്പ് തന്നെ അവർ തോൽവി സമ്മതിക്കുന്നു. എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ ഭാഗ്യം മോശമായിരുന്നു എന്ന്. അല്ല, ഭാഗ്യമല്ല മോശമായിരുന്നത്, നിങ്ങളുടെ സിഗ്നലായിരുന്നു ദുർബലമായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു കാര്യം പറഞ്ഞുതരാം. മനുഷ്യൻ ഉള്ളിൽ നിന്ന് മാറാൻ തുടങ്ങുമ്പോൾ അവന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അവന്റെ ഊർജം മാറുന്നു. അവൻ പ്രശ്നങ്ങളിലും വഴി കണ്ടെത്താൻ തുടങ്ങുന്നു. പരാജയങ്ങളെ അവസാനമായി കാണാതെ അവൻ അതിനെ ഒരു ഫീഡ്ബാക്കായി കാണാൻ തുടങ്ങുന്നു. അപ്പോഴാണ് പ്രപഞ്ചം അവനായി പുതിയ വാതിലുകൾ തുറക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ഉള്ളിൽ നിന്ന് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമാണ് ഈ വാതിലുകൾ തുറക്കപ്പെടുന്നത്. ബാക്കിയുള്ളവർ അവസരങ്ങൾ കാണുമ്പോഴും ഭയന്നു മാറുന്നു. ചിന്തിച്ചു നോക്കൂ, ഇന്ന് രാത്രിയും നിങ്ങൾ ആ പഴയ സംശയങ്ങളോടെയാണ് ഉറങ്ങുന്നതെങ്കിൽ അടുത്ത വർഷവും നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെയായിരിക്കും. അതേ ഭയം, അതേ ഒഴിവുകഴിവുകൾ, അതേ കുറ്റബോധം. ഇതിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരുനാൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, നിങ്ങളെ തടഞ്ഞു നിർത്തിയത് ലോകമായിരുന്നില്ല, നിങ്ങളുടെ സംശയങ്ങളായിരുന്നു എന്ന്. എന്നാൽ നല്ല വാർത്ത ഇതാണ്, ഇന്ന് രാത്രി മുതൽ എല്ലാം മാറ്റാൻ കഴിയും. ഇനി മുതൽ മനസ്സിന് ആശയക്കുഴപ്പങ്ങളല്ല, വ്യക്തമായ സിഗ്നലുകളാണ് നൽകുക എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഭയത്തിനു പകരം നിങ്ങൾ വിശ്വാസമയയ്ക്കും. പരാതികൾക്ക് പകരം നിങ്ങൾ കൃതജ്ഞത അനുഭവിക്കും. വിശ്വസിക്കുക, നിങ്ങളുടെ ഉള്ളിലെ ഫ്രീക്വൻസി മാറുന്ന അന്നുമുതൽ നിങ്ങളുടെ പുറത്തുള്ള ലോകവും മാറാൻ തുടങ്ങും. വരാനിരിക്കുന്ന പ്രഭാതങ്ങളെ എന്നേക്കുമായി മാറ്റിയേക്കാവുന്ന രാത്രിയിലെ ഏറ്റവും ശക്തമായ ആ ശീലത്തെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഇനി മുതൽ ഉറങ്ങുന്നതിനു മുമ്പ് ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്യാൻ തുടങ്ങുക. വെറും 3 കാര്യങ്ങൾ. ബുദ്ധിമുട്ടുള്ള ചടങ്ങുകളൊന്നുമല്ല. മണിക്കൂറുകൾ നീളുന്ന ധ്യാനമല്ല. മലമുകളിൽ പോയി തപസ്സിരിക്കലല്ല. എന്നാൽ നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയാൽ പതുക്കെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറാൻ തുടങ്ങും. ഒന്നാമത്തെ കാര്യം, ഫോൺ ദൂരെ വയ്ക്കുക. അതെ, വളരെ ലളിതമായ കാര്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും ഇതുതന്നെയാണ്. കാരണം ആളുകൾക്ക് ഇപ്പോൾ രാത്രിയിൽ ഉറക്കമല്ല വരുന്നത്, ഫോണെടുത്ത് നോക്കലാണ്. വെറും 5 മിനിറ്റ് നോക്കാം എന്ന് പറഞ്ഞ് ഫോണെടുക്കും. പിന്നെ എപ്പോഴാണ് 1 മണിക്കൂർ കഴിഞ്ഞുപോയത് എന്ന് അവരറിയില്ല. ഒരു റീൽ, പിന്നെ അടുത്ത റീൽ. ആരുടെയെങ്കിലുമൊക്കെ ആഡംബര ജീവിതം, ആരുടെയൊക്കെയോ ബന്ധങ്ങൾ, കുറച്ച് നെഗറ്റീവ് വാർത്തകൾ. പതുക്കെ പതുക്കെ നിങ്ങളുടെ തലച്ചോറ് വിഷലിപ്തമായ വികാരങ്ങൾ കൊണ്ട് നിറയുന്നു. ചിന്തിച്ചു നോക്കൂ, രാത്രിയിൽ ശാന്തമായിരിക്കേണ്ട മനസ്സ് ഇപ്പോൾ താരതമ്യവും ഭയവും അമിത ചിന്തകളും ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആളുകൾ പറയും ഉറക്കം ശരിയാവുന്നില്ല എന്ന്, മനസ്സിന് സമാധാനമില്ല എന്ന്. അതെങ്ങനെ ശരിയാവും? ഉറങ്ങുന്നതിനു മുമ്പ് തലച്ചോറിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയാണല്ലോ നിങ്ങൾ ഉറങ്ങുന്നത്. ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇതൊക്കെ വെറും വിനോദമാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ നിങ്ങളുടെ ഉപബോധമനസ്സ് അതിനെ വിനോദമായിട്ടല്ല കാണുന്നത്. അത് ഓരോ ചിത്രങ്ങളെയും വികാരങ്ങളെയും ഭയങ്ങളെയും റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് രാത്രി മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഊർജമില്ലാത്തതുപോലെ തോന്നുന്നത്. മോട്ടിവേഷൻ വരാത്തതും തലയ്ക്ക് ഭാരം തോന്നുന്നതും അതുകൊണ്ടാണ്. കാരണം രാത്രിയിൽ നിങ്ങൾ മനസ്സിന് വിശ്രമമല്ല, വിഷമാണ് നൽകിയത്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ രാത്രിയിലെ ചുറ്റുപാടുകൾ മാറ്റുക. ഉറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പെങ്കിലും ഫോൺ നിങ്ങളിൽ നിന്ന് അകറ്റിവെക്കുക. തുടക്കത്തിൽ അസ്വസ്ഥത തോന്നും. കൈ വീണ്ടും വീണ്ടും ഫോണിലേക്ക് പോകും. നോട്ടിഫിക്കേഷൻസ് ഒന്നുകൂടി നോക്കാമെന്ന് മനസ്സ് പറയും. എന്നാൽ ഓർക്കുക, ഏതൊരു അഡിക്ഷനും തുടക്കത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് തോന്നും. എന്നാൽ പിന്നീട് അത് നമ്മുടെ നിയന്ത്രണം എടുത്തുകളയുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷൻ മയക്കുമരുന്നല്ല, ഡിസ്ട്രാക്ഷനാണ്. ആളുകളുടെ മനസ്സ് എത്രത്തോളം ചിതറിക്കിടക്കുകയാണെന്ന് വെച്ചാൽ വെറും 2 മിനിറ്റ് സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ച് ശാന്തമായിരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഉള്ളിലെ ശബ്ദം അവർക്കൊരിക്കലും കേൾക്കാൻ കഴിയാത്തത്. ഇനി രണ്ടാമത്തെ കാര്യം, ഉറങ്ങുന്നതിനു മുമ്പ് 3 കാര്യങ്ങൾക്കായി നന്ദി പറയുക. അതെ, കേൾക്കാൻ ലളിതമാണെങ്കിലും ഇതിന്റെ ശക്തി വളരെ വലുതാണ്. കാരണം കൃതജ്ഞത നിങ്ങളുടെ തലച്ചോറിന്റെ ഫ്രീക്വൻസി മാറ്റുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല.
അയാളുടെ കയ്യിൽ എത്ര പണം വന്നാലും എപ്പോഴും ഒരു ശൂന്യത അയാൾക്ക് അനുഭവപ്പെടും. കാരണം അയാളുടെ മനസ്സ് എപ്പോഴും ഇല്ലായ്മകളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പതുക്കെ ഒരു സമ്പൂർണ്ണത അനുഭവപ്പെടാൻ തുടങ്ങും. നന്ദി പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാം മാറുമോ എന്ന് ചിലർ ചോദിച്ചേക്കാം. മാറും, കാരണം കൃതജ്ഞത നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നു. മുമ്പ് നിങ്ങൾ അവഗണിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. ശ്വസിക്കാൻ കഴിയുന്നുണ്ട് എന്നത് ചെറിയ കാര്യമല്ല. ഒരു കുടുംബമുണ്ട് എന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ദിവസം കൂടി കിട്ടിയിരിക്കുന്നു, അതും ചെറിയ കാര്യമല്ല. കാരണം നിങ്ങൾ സാധാരണമായി കരുതി ജീവിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. ഇത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ പരാതികൾ പതുക്കെ അവസാനിക്കാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, കൃതജ്ഞത എന്നാൽ കള്ളമായ സന്തോഷമല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ഇതിനർത്ഥം. പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രശ്നങ്ങൾക്കിടയിലും തകർന്നു പോകാതിരിക്കാൻ കൃതജ്ഞത നിങ്ങളെ സഹായിക്കുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ ശക്തി പൈദാ ചെയ്യുന്നു. ആ ശക്തിയാണ് പതുക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ശക്തമായ ഒന്ന്. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഞാൻ തയ്യാറാണ്. പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. പതുക്കെ പറയുക. പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞ് പറയുക. സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലുന്നതുപോലെ പറയരുത്. വികാരത്തോടെ പറയുക. കാരണം നിങ്ങളുടെ ഉപബോധമനസ്സ് വാക്കുകളേക്കാൾ കൂടുതൽ വികാരങ്ങളെയാണ് മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. ഇതെന്ത് കുട്ടിക്കളിയാണെന്ന് മനസ്സ് പറഞ്ഞേക്കാം. എന്നാൽ ഓർക്കുക, ഏതൊരു വലിയ കാര്യവും തുടക്കത്തിൽ വിചിത്രമായി തോന്നും. ആദ്യമായി ജിമ്മിൽ പോകുമ്പോൾ വിചിത്രമായി തോന്നും. ആദ്യത്തെ പുഷപ്പ് എടുക്കുമ്പോൾ വിചിത്രമായി തോന്നും. ക്യാമറയുടെ മുന്നിൽ ആദ്യമായി സംസാരിക്കുമ്പോൾ വിചിത്രമായി തോന്നും. ആദ്യമായി സ്വയം വിശ്വസിക്കുന്നതും വിചിത്രമായി തോന്നും. എന്നാൽ അവിടെ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായിരിക്കണം, ഒപ്പം ജീവിതം മാറുകയും വേണം. അങ്ങനെയൊന്നും സംഭവിക്കില്ല. വളർച്ച എപ്പോഴും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഞാൻ നിങ്ങളോട് വളരെ ശക്തമായൊരു കാര്യം പറയാം. രാത്രിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ നിങ്ങളുടെ ആന്തരിക സംഭാഷണങ്ങൾ മാറാൻ തുടങ്ങുന്നു. ഈ ആന്തരിക ശബ്ദമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കുന്നത്. ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരായാലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങൾക്കെതിരായാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രാത്രി സമയം ഇത്രത്തോളം ശക്തമാകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിന് പുതിയൊരു പ്രോഗ്രാം നൽകാം, പുതിയ വിശ്വാസം നൽകാം, പുതിയൊരു വ്യക്തിത്വം നൽകാം. അങ്ങനെ പതുക്കെ നിങ്ങളുടെ മുഴുവൻ സ്വഭാവവും മാറാൻ തുടങ്ങുന്നു. ഇവിടെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്: സ്ഥിരത. ഒരു രാത്രി ചെയ്തതുകൊണ്ട് മാത്രം അത്ഭുതങ്ങൾ സംഭവിക്കില്ല. എന്നാൽ ദിവസവും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് മാറും. മനസ്സ് മാറുമ്പോൾ മാത്രമാണ് ജീവിതം മാറുന്നത്. ഓർക്കുക, ആദ്യം ഊർജ്ജം മാറുന്നു, പിന്നെ യാഥാർത്ഥ്യം. ആദ്യം വ്യക്തിത്വം മാറുന്നു, പിന്നെ ഫലങ്ങൾ. ചിന്തിച്ചു നോക്കൂ, അടുത്ത 30 ദിവസം ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ. ഫോൺ ദൂരെ വയ്ക്കുക, കൃതജ്ഞത പ്രകടിപ്പിക്കുക, പോസിറ്റീവായി സംസാരിക്കുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാകുമെന്ന് നോക്കൂ. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ എത്ര മാറ്റം വരും. നിങ്ങളുടെ പ്രഭാതങ്ങൾ എത്രത്തോളം വ്യത്യസ്തമായി അനുഭവപ്പെടും. ഇതിലൊക്കെ വലിയ കാര്യം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വീണ്ടും വിശ്വാസം വരും എന്നതാണ്. സ്വന്തം മേലുള്ള വിശ്വാസം തിരികെ ലഭിക്കുന്ന ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം ആളുകളും ഈ വീഡിയോ കേൾക്കും, പ്രചോദിതരാകും, എന്നാൽ നാളെ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങും. കാരണം മാറ്റങ്ങളെക്കുറിച്ച് കേൾക്കാൻ എളുപ്പമാണ്, എന്നാൽ മാറാൻ ബുദ്ധിമുട്ടാണ്. വെറുതെ മോട്ടിവേഷൻ കാണുന്നവരും ജീവിതം യഥാർത്ഥത്തിൽ മാറ്റുന്നവരും തമ്മിലുള്ള വ്യത്യാസവും ഇതാണ്. ഇനി തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ഇന്നത്തെ രാത്രിയും പഴയതുപോലെ തന്നെ കടന്നുപോകുമോ? അതേ റീലുകൾ, അതേ അമിത ചിന്തകൾ, അതേ ഭയം? അതോ ഇന്ന് ആദ്യമായി നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്ന ഊർജ്ജം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുമോ? വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതം ഒറ്റയടിക്ക് മാറുന്നില്ല. അത് ഓരോ രാത്രിയിലും പതുക്കെ മാറുന്നതാണ്. ഇനി അവസാനത്തെ കാര്യം ബാക്കിയുണ്ട്. നിങ്ങളുടെ ചിന്തകളെ എന്നേക്കുമായി മാറ്റിയേക്കാവുന്ന ഒരു സത്യം. കേൾക്കൂ, ഇന്നത്തെ രാത്രി വെറുമൊരു തമാശയല്ല. ഇത് വെറുമൊരു വീഡിയോ ആയി നിങ്ങൾക്ക് തോന്നിയേക്കാം. ചില മോട്ടിവേഷൻ വാക്കുകളായി തോന്നാം. എന്നാൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് വരാം. കാരണം ജീവിതം പെട്ടെന്നല്ല മാറുന്നത്. ഓരോ രാത്രിയിലും, ഓരോ ചിന്തയിലും, ഓരോ വികാരത്തിലുമായി പതിയെ മാറുന്നതാണ്. ഏറ്റവും വലിയ കാര്യം, പ്രപഞ്ചം ആർക്കും എതിരല്ല എന്നതാണ്.
പലരും വിചാരിക്കുന്നത് എന്റെ ഭാഗ്യം മോശമാണെന്നാണ്. ദൈവം എന്റെ കൂടെയില്ല. എനിക്കെന്താ എപ്പോഴും മോശം മാത്രം സംഭവിക്കുന്നത്? എന്നാൽ സത്യമിതാണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തുടർച്ചയായി എന്താണോ അനുഭവിക്കുന്നത് അതുമാത്രമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ നൽകുന്നത്. നിങ്ങൾ തുടർച്ചയായി ഭയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങളെത്തന്നെ ദുർബലനായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഓരോ സാഹചര്യവും നിങ്ങൾക്ക് ദുർബലത തോന്നിപ്പിക്കും. അങ്ങനെ പതുക്കെ മനുഷ്യൻ സ്വയം സൃഷ്ടിച്ച ഒരു ജയിലിൽ പെട്ടുപോകുന്നു. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമെന്താണെന്നറിയാമോ? ലോകമാണ് തന്നെ തടയുന്നതെന്ന് അവൻ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തന്നെ സ്വയം തടയുകയായിരുന്നു. അവന്റെ ചിന്തകളാൽ, സംശയങ്ങളാൽ, അവന്റെ ഭയത്താൽ. ആ ഭയം പതുക്കെ മനുഷ്യന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു.